എന്റെ വൈരാഗ്യം നന്ദിനിയോട് അവർക്കുണ്ട്. ഡാഡി, ഞങ്ങള് വൈരാഗ്യം കാണിച്ചതൊന്നുമല്ല. ആഭരണങ്ങൾ പോയത് സത്യം തന്നെയാ. മിണ്ടാതെ നിൽക്കവിടെ. സർ, ഇതൊരു കുടുംബ പ്രശ്നമാണ്. അതിന്റെ പേരിൽ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ സാറ് ദ്രോഹിക്കരുത്. ഇത് നിങ്ങളുടെ അച്ഛനാണോ? അതെ സർ. ഇദ്ദേഹം പറഞ്ഞ സത്യമാണോ? ഈ പെൺകുട്ടി ഇവിടുത്തെ മരുമകളാണോ? ആണോന്ന്? ആണ്. അതെ സർ. എന്നിട്ട് നിങ്ങൾ എന്തിനാ അത് മറച്ചു വെച്ചത്? ഫോൺ ചെയ്തപ്പോ വീട്ടിലെ വേലക്കാരിയും തന്നെയല്ലേ താൻ പറഞ്ഞത്? വേലക്കാരിയെ പോലെ തന്നെയാണ് സാർ. മിണ്ടിപ്പോരുത്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയല്ല സർക്കാർ ഞങ്ങൾക്ക് യൂണിഫോം തന്ന് പോലീസിൽ ഇരുത്തിയിരിക്കുന്നത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ കുട്ടി ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ അറിയാലോ ഗാർഹിക പീഡനത്തിന്റെ വകുപ്പ് എന്താണെന്ന്. അകത്ത് നിന്ന് കിടക്കേണ്ടി വരും, അമ്മയും മക്കളും എല്ലാരും കൂടി. സോറി സർ, ഞങ്ങളെ വിളിച്ചു വരുത്തിയാൽ ഞങ്ങൾക്ക് വന്നല്ലേ പറ്റൂ. നിങ്ങൾ കൃത്യസമയത്ത് വന്നത് നന്നായി. താങ്ക് യു സർ.